10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മാസം 6 മാസം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ചു കിട്ടി. 18 വയസ്സായില്ല. ഇല്ല, ഈ കൊച്ചിന് 18 വയസ്സായപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നറിയുന്നത്. പുള്ളി എനിക്ക് ആദ്യം മേടിച്ചുകൊണ്ട് തന്നത് അബോർഷൻ ചെയ്യാനുള്ള ഗുളികയാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മയെ പേടിയാണ്, എൻ്റെ അമ്മയെ പേടിയാണ്. ഇവിടെ കുറച്ചുകൂടെ സേഫ്. അമ്മ ഒരാൾ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി ഓടുന്ന പോലെ ഒന്നും ഞങ്ങളുടെ അച്ഛനോട് ഇരിക്കില്ല. അച്ഛന് വേറെ റിലേഷനായി. അമ്മ ചെല്ലുമ്പം അവിടെ ഒരു കുട്ടിയായി. ചെറുപ്പം മുതലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ അവഗണന അനുഭവിച്ച് തന്നെയാണ് വന്നത്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമ പോലത്തെ ജീവിതം. അവർ നമ്മളെ നോക്കുന്നതിനുള്ള കൂലിയായിട്ട് ഞാൻ ആ പ്രദേശത്തെ എല്ലാ വീടുകളിലെയും വെള്ളം കോരി കൊടുക്കുക, കടയിൽ പോവുക, ഇതൊക്കെ എൻ്റെ ജോലിയാണ്. അവരുടെ പാത്രം കഴുകുക. ആ പ്രായത്തിൽ എന്നെ കൊണ്ട് എല്ലാവരും ചെയ്യിച്ചിട്ടുണ്ട് അതൊക്കെ. അമ്മ എന്നെ വീടിൻ്റെ പുറവശത്ത് ബാത്റൂമിൽ പിടിച്ച് അടച്ചിട്ടിട്ട് പോകുമായിരുന്നു. നിങ്ങൾ കൊല്ലാൻ തന്ന കൊച്ചാണത്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇന്ന് അവളെ ഉള്ളൂ എന്ന്. അവിടെ അവൾക്ക് ഒരായുസ് കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം അവൾ അനുഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ആത്മഹത്യ ചെയ്യാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചെങ്കിലും എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം രക്ഷപ്പെട്ടാലോ എന്നുള്ള പേടിയായിരുന്നു. ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുമ്പോഴത്തേക്കും ബ്ലഡ് വന്നു. അവനോട് പറയാം ഞാൻ വിഷം കഴിച്ചു. അന്ന് ഈ കൊച്ചിന് 1 വയസ്സേ ഉള്ളൂ. എന്നിട്ട് പറയാം അമ്മയും ചേച്ചിമാരെ നോക്കിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് കഴിച്ചത്. അച്ഛനെ ഉപേക്ഷിച്ച് 3 മക്കളെ പഠിപ്പിച്ച് ഇന്ന് അവരുടെ നേട്ടത്തിൽ അഭിമാനിച്ച് നിൽക്കുന്ന ജ്യോതി ചേച്ചിയും മക്കളുമാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുറേ പാടുപെട്ടു, കാരണം അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ ഒരൊറ്റ വാക്കിലെല്ലാം ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഞാൻ അമ്മ എഴുതിയ കുറിപ്പ് കണ്ടിരുന്നു, മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ്. കരയുവാണ്. എന്തേ എന്നെ കരയിക്കരുത്, ഞാനിപ്പോൾ അവകത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആളാ. രണ്ടുപേരോട് എന്നെ കരയിക്കുന്നത്. കൺഗ്രാജുലേഷൻ കിട്ടിയതാണോ സങ്കടമായത്? പിന്നെ നമ്മൾ അതിനെടുത്തൊരു എഫേർട്ട് ഉണ്ട്. ഓ, ഇതിൽ ആർക്കാണ് എഞ്ചിനീയറിംഗിൽ കിട്ടിയത്? എനിക്കോ നിങ്ങൾക്കോ? ഓക്കെ. ദേവിക, ഗൗരി, ദേവദത്ത്. കരഞ്ഞത് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ചേച്ചിനെ എനിക്കൊരു 3 വർഷമായിട്ട് അറിയാമെന്നാണ്. എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ പോസ്റ്റിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ മോഡലായിട്ട് 35 വയസ്സിൽ മോഡലായിട്ട് വന്ന് അപ്പോഴാണ് അറിയുന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അയ്യോ, ഇത്രയും ഇപ്പം തന്നെ നമ്മുടെ ക്യാമറ ചെറുക്കം വന്നപ്പോൾ ചേച്ചിയുടെ മക്കളാണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. മനസ്സിലായോ? അപ്പം നിങ്ങൾ തരുന്നൊരു ബാക്ക് സപ്പോർട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് കണ്ടപ്പം മക്കളെയും അധിക്ഷേപിച്ച് കുറച്ച് പോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ചേച്ചിയുടെ എഴുത്തൊക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടാണ്, ആ കൂടെ 3 കുട്ടികൾ, അതും ഭയങ്കര പാടാണ്. അതും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ ഒക്കെ ഇടയിൽ പഠിച്ചു. അതിനാണ് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പം ഈ പഠനത്തിന് ശേഷം എവിടെ വല്ല ജോലിയായോ? ഞാൻ മേഴ്സിൽ പ്ലേസ്ഡ് ആണ്. ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും കയറാനായിട്ട്. ഇപ്പോൾ കമ്പനിയിൽ വേക്കൻസി വരുന്നതനുസരിച്ച് വിളിക്കും. ഇൻഡക്ഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇൻഡക്ഷൻ കഴിഞ്ഞ് ഡേറ്റ് വരുമ്പം കയറും. ഇവിടെ കുസാറ്റിലാണല്ലേ പഠിച്ചത്? ഇപ്പോൾ ദേവിയോട് തന്നെ ആദ്യം ചോദിക്കും. ദേവിയുടെ കണ്ണ് നിറഞ്ഞ് അതെന്താണെന്ന് എനിക്കത് മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മുടെ കാരണന്മാർ, നമ്മളെപ്പോഴും തമാശക്കാണെല്ലാം പറയും, നമ്മുടെ കാരണന്മാർ കൊണ്ടുവന്ന വെയിലാണ് നമുക്ക് കിട്ടുന്ന തണലെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ജ്യോതിക ചേച്ചി കൊണ്ട കുറേ വെയിലാണ് നിങ്ങളുടെ എല്ലാം ഈ പഠിക്കാനാണെങ്കിലും എന്ന് വെച്ചാൽ കുസാറ്റ് വരെ പോവുക. അപ്പം അച്ഛൻ ചെറുതിൽ ഉപേക്ഷിച്ചപ്പോൾ തന്നെയും ഈ പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. കാരണം എല്ലാവരിൽ നിന്നും നമ്മളെ പോയിൻ്റ് ഔട്ട് ചെയ്യും എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ആ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റൊരെണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ, അത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം അതും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ ഒരു ഈ സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നോ ശരിക്കും ദേവികേനെ മുന്നോട്ട് കൊണ്ടുപോയത്? പഠിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ടോപ്പ് സ്റ്റുഡൻ്റ് ഒന്നുമില്ല, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ്. ഭയങ്കര ടോപ്പായിട്ട് നിൽക്കുന്നില്ല. സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി വന്നു. ലാസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ജോലി വേണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഇനി 3 പേരെ ഞാൻ വേണം നോക്കാൻ. കുറേ എല്ലാം ഓടുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു ജോലി എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. പ്ലേസ്ഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ആ പ്ലേസ്മെന്റ് പോകരുതെന്നുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. അമ്മ ഞാൻ കുറച്ചാൾ അച്ഛനോട് ആയിരുന്നു, പിന്നെ അമ്മയുടെ കൂടെ വന്നു നിന്നു. അപ്പം അവിടെ ഇവിടെ എനിക്ക് ലൈഫ് രണ്ട്
രണ്ട് ഫേസ്, അവിടെ വേറൊരു ഇത്, ഇവിടെ വേറെ. എല്ലാത്തിലും ഇവിടെ കുറച്ചുകൂടെ സേഫാ, ഇച്ചിരി കുറെ കഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഹാപ്പി കിട്ടിയത് ഇവിടെ. അവിടെ നല്ല കഷ്ടപ്പാടും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അമ്മ ഒരാൾ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി ഓടുന്ന പോലെ ഒന്നും ഞങ്ങളുടെ അച്ഛനോട് ഇരിക്കില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി പഠിച്ചാൽ കൊള്ളാം, ഒരു ജോലി വേണം, ജോലി കിട്ടിയിട്ട് ഒരു വീടൊക്കെ വെച്ച് എന്തേലും പറ്റിപ്പോയാൽ, എനിക്ക് തന്നെ ഇപ്പം എന്തേലും പറ്റിപ്പോയാൽ 3 പേര് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ളൊരിത് അന്നൊക്കെ അമ്മയുടെ ഒരു ഓട്ടം കണ്ടിട്ടൊക്കെ തന്നെ. ചേച്ചി വിങ്ങി പൊട്ടിയിരിക്കാതെ മോഡൽ കരയുകയാണോ? മോഡല് ഇല്ലേ തന്നെ എനിക്കൊരു കരച്ചിലോളി ആങ്കർ തന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കരയിച്ചെന്നാവും. ഞാനും ബർത്ത്ഡേ അങ്ങനെയാണ്. എനിക്ക് സിനിമയും സീരിയലൊക്കെ കണ്ടിരുന്ന് ഞാൻ കരയും. അയ്യോ കരച്ചിൽ കാണാൻ പറ്റില്ല. എനിക്ക് കരച്ചില്, വെട്ട് കുത്ത് ഇടി സ്റ്റണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി ഇരിക്കുന്ന ആളായിരിക്കും മരിക്കുന്നത്. സിനിമയിലെ ആൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പുറത്തെ ആളെ ഞെക്കി കൊന്നിരിക്കും. മനസ്സിലായോ? പലപ്പോഴും ആൾക്കാർ പറയും പല വേദനകളും നമ്മൾ അനുഭവിച്ചെങ്കിലേ മനസ്സിലാവും. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അനുഭവിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരാൾ പറയുന്നത് അയാളുടെ തീവ്രതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഫാമിലിയാണ്, അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിൽ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അച്ഛനമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ് കുടുംബം എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അന്ന് പറഞ്ഞ് നിങ്ങളുടെ വേദന എനിക്ക് അറിയാൻ മേലാതില്ല. കാരണം എൻ്റെ അച്ഛൻ പോയതിന് ശേഷമാണ് ആ വേദന എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ജ്യോതി ചേച്ചീൻ്റെ തന്നെ നിങ്ങൾ ചേച്ചിയുടെ ഒരു എഴുത്ത് കണ്ടിരുന്നു. അപ്പോൾ ആ എഴുത്തിൽ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മളിങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ ജനിച്ച പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. ചേച്ചിയുടെ ആ എഴുത്തിൽ പെറ്റ അമ്മ അച്ഛൻ ഉപേക്ഷിച്ച് പോകാൻ കാരണം ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ ഇവർക്കൊരമ്മയുണ്ട്. ചേച്ചിയുടെ ചെറുപ്പത്തിൽ ചേച്ചി അനുഭവിച്ചൊരു അരക്ഷിതാവസ്ഥ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കും ചേച്ചി ഇന്നലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഓടുന്നത്. ചേച്ചിയുടെ ബാല്യം എന്ന് പറയാമോ? അച്ഛൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട് ഇടുക്കിയിൽ? ഇടുക്കി കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാറ് പോകുന്ന വഴിക്കാണ് അച്ഛൻ്റെ വീട്. നെരിയമ്പാറ എന്നുള്ള സ്ഥലത്താണ് അമ്മയുടെ വീട്. അതായത് കുഗ്രാമമാണ് ശരിക്കും. നമ്മളൊക്കെ ശരിക്കും ഉള്ള ഏരിയകളാണ്. അപ്പോൾ അച്ഛൻ ഡ്രൈവറായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു 3 വയസ്സുള്ള സമയത്ത് അച്ഛൻ ഈ പാലാ കട്ടപ്പന ബസ്സിലെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അവിടെ തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛന് വേറെ റിലേഷനായി. അപ്പം അതിങ്ങനെ അമ്മ ബസ്സുകാരൊക്കെ പറഞ്ഞറിഞ്ഞു. പിന്നെ അമ്മ ഇവിടുന്ന് നേരിട്ട് അവിടെ പോയി കണ്ടു. അമ്മ ചെല്ലുമ്പം അവിടെ ഒരു കുട്ടിയായി അച്ഛന്. അമ്മ ചെല്ലുന്ന സമയത്ത് ആ കുട്ടിക്ക് 3 മാസം എങ്ങാണ്ട് പ്രായമുണ്ട്. കുഞ്ഞിന് 3 മാസം. അപ്പം അമ്മ പോയി കണ്ടു വന്നതിന് ശേഷം അമ്മയുടെ ആൾക്കാരും ഒക്കെ കൂടെ വന്ന് ഞങ്ങളെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിപ്പോയി എൻ്റെ 3ാമത്തെ വയസ്സിൽ. അതാണ് എനിക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയെന്ന് പറയുന്നത്. അതാണ് അന്ന് ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ കണ്ട അച്ഛൻ്റെ മുഖം. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ വീട്ടിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കെട്ടിച്ച് വിട്ടിട്ട് മകളും ഒരു മകളെയുമായിട്ട് ചെന്നതിൻ്റെ എല്ലാ ഇതും ഉണ്ട് അവിടെ. അമ്മയുടെ ആങ്ങളയുണ്ട്, ആങ്ങളയുടെ ഭാര്യയുണ്ട്. പക്ഷെ ചെറുപ്പം മുതൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ അവഗണന അനുഭവിച്ച് തന്നെയാണ് വന്നത്. കാരണം അവർ അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ലത്. അല്ല, അത് ചെയ്യാൻ പറഞ്ഞില്ല. നമ്മളതാണ് ഞാൻ ജനിച്ച സ്ഥലം നമ്മൾ അടയാളപ്പെടുത്തി പോകുന്നത്. കാരണം അവിടെ ഇത്രയ്ക്കേ ഉള്ളൂ ആളുകൾക്കൊരു സമ്പർക്കം എന്ന് വെച്ച് ഇവിടെ സിറ്റിയിൽ താമസിക്കുന്ന ഒരു വലിയ സംഭവമാണെന്നല്ല. അവരെ സംബന്ധിച്ച് തൊട്ടടുത്ത് നിൽക്കുന്നവരെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെയാണ് ജീവിതം പോകുന്നത്. നമ്മുടെ വീട്ടിൽ എന്തുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞറിയരുത്. മനസ്സിലായോ? കഞ്ഞിവെള്ളമാണെങ്കിൽ അത് അടച്ചു വെച്ച് കുടിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ചെല്ലുമ്പം അമ്മാവനും 2 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ ഇത്രയും പേരുള്ളപ്പോഴും ഈ അമ്മയുടെ അമ്മയ്ക്ക് അന്നൊക്കെ ഏലക്കാട്ടിൽ സ്ഥിരം പണിയാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ശമ്പളം കിട്ടുമ്പോൾ അമ്മയ്ക്ക് കടയിൽ നിന്ന് പലഹാരം മേടിച്ചുകൊണ്ടിരുന്ന രീതിയുണ്ട് മക്കൾക്ക് വേണ്ടി. അപ്പോൾ ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ വന്നപ്പോഴത്തേക്കും എന്നെ കാണിച്ചുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കും, തരികയില്ല. അപ്പോൾ രാവിലെ അമ്മ പണിക്ക് പോകുമ്പോൾ അയലോക്കത്ത് ഏതെങ്കിലും വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രായത്തിൽ എനിക്കതിന് റീസണൊന്നും എനിക്കറിയില്ല. ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് റീസണൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണ്. അമ്മയും അമ്മായിയും കൂടെ ചേരൂല, അമ്മയും വല്യമ്മയും കൂടെ വഴക്ക്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും അവിടെ 2 കഞ്ഞിവെയാണ്, ഒരു വീട്ടിൽ 2 കഞ്ഞിവെയായി. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചു. പിന്നെ നമ്മളെ അവരവിടെ തറവാട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഞാനും അമ്മയും കൂടെ. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം അമ്മയുടെ അമ്മ എൻ്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടായി. ആ 10 സെൻറ്റ് സ്ഥലത്തിൽ അമ്മ ഞാനിവിടെ ചാക്ക് മറിച്ച് കെട്ടി അമ്മ ഒരു ഷെഡ് വെച്ചിട്ട് അതിൽ ഞങ്ങൾ ജീവിച്ച്.
അവിടുന്ന് പിന്നെ വാടകയ്ക്ക് മാറി. വാടകയ്ക്ക് മാറുമ്പോഴും ഞാനും അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അമ്മ പണിക്ക് പോകും, ഞാനിങ്ങനെ അയലോക്കം വഴിയൊക്കെ അമ്മ ഇരുത്തിയിട്ട് പോകും. ഈ അയലോക്കം വഴി ഇരുത്തിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് രാവിലെ അവിടെ ഇരുത്തിയിട്ട് പോകുമ്പോൾ അവർ നമ്മളെ നോക്കുന്നതിനുള്ള കൂലിയായിട്ട് ഞാൻ ആ പ്രദേശത്തെ എല്ലാ വീടുകളിലെയും വെള്ളം കോരി കൊടുക്കുക, കടയിൽ പോവുക, ഇതൊക്കെ എൻ്റെ ജോലിയാണ്. അവരുടെ പാത്രം കഴുകുക. ആ പ്രായത്തിൽ എന്നെ കൊണ്ട് എല്ലാവരും ചെയ്യിച്ചിട്ടുണ്ട് അതൊക്കെ. അച്ഛൻ പോയ സമയത്ത് അമ്മയുടെ അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഇവരിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകും. അമ്മ കാണുന്ന ജ്യോത്സ്യന്മാരുടെ എല്ലാം അടുത്ത് പോയി കാരണം അറിയാൻ നടക്കും. അങ്ങനെ നടന്ന വഴിക്ക് എന്തോ ജ്യോത്സ്യം പറഞ്ഞു അത്ര എൻ്റെയും അച്ഛൻ്റെയും നാള് ചേരില്ല, ഒരു വീട്ടിൽ ജീവിക്കില്ല. പിന്നീട് ഇങ്ങോട്ട് അമ്മയുടെ സ്വഭാവം, അമ്മ ഞാൻ ചെറുപ്പം തൊട്ട് ഒരു 17 വയസ്സിൽ എന്നെ കെട്ടിക്കുന്ന ദിവസം വരെയും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, എന്ത് പറഞ്ഞാലും അമ്മ പറയുന്നത് തള്ളയുടെ താലി ഇറക്കാൻ വന്നതല്ലേന്ന്. തല ഭൂമിയിലോട്ട് വന്നേ പിന്നെ എൻ്റെ തല ഭൂമിയിൽ വന്നേ പിന്നെയാണ് അമ്മയുടെ ജീവിതം പോയെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ ഇതിങ്ങനെ പിന്നെ ഈ പറച്ചിൽ മാത്രമല്ല, അമ്മ നന്നായിട്ട് ദേഹോപദ്രവം. അമ്മയുടെ എല്ലാ ഇതും അമ്മേനെ ഞാൻ ഇപ്പോൾ കുറ്റം പറയില്ല. കാരണം അവരെയും 18 വയസ്സിൽ പിടിച്ച് കെട്ടിച്ചു. 17 വയസ്സിൽ പിടിച്ചിട്ട് അവരുടെ 18ാമത്തെ വയസ്സിലുള്ളത് ഞാൻ. അവർക്കൊരു 23ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പം പോയി. അപ്പോൾ പിന്നെ ഇവരുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും ഇതിൻ്റെ എല്ലാ ഇടയിൽ അവർ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ അവരുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും ചേച്ചി ഇപ്പോൾ ഒരു അമ്മയാണ്, 3 പിള്ളേരുടെ മക്കളുടെ ആകുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും. ഞാനത് അനുഭവിച്ച് വന്നപ്പം എനിക്ക് മനസ്സിലാവും. പക്ഷേ അതത് തീർക്കാൻ അമ്മ കണ്ട മാർഗം ഞാനായിരുന്നു. വാക്കുകൾ കൊണ്ടാണെങ്കിലും ദേഷ്യമാണെങ്കിലും അമ്മ എന്നെ ഉപദ്രവിച്ചാണ് തീർത്തിരുന്നത്. അതൊന്നും എനിക്ക് അന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് എനിക്കത് ചെറുപ്പം മുതലേ അമ്മയോടുള്ള ദേഷ്യവും പകയുമായിട്ട് മാറി. അമ്മ എപ്പോഴും അടിക്കും എന്നുള്ളൊരു ദേഹോപദ്രവം. എനിക്ക് ഇന്നും എന്നെ ഒരാൾ മേല് നോയിച്ചാൽ എനിക്ക് പറ്റില്ല. വാഗുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, സഹിക്കും. എൻ്റെ മേല് നൊന്ത് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അത് കാരണം എനിക്ക് അന്നും മുതൽ ഈ മേല് നോവിക്കുന്ന എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അമ്മ എന്നെ വീടിൻ്റെ പുറവശത്ത് ബാത്റൂമിൽ പിടിച്ച് അടച്ചിട്ടിട്ട് പോകുമായിരുന്നു, പൂട്ടിയിട്ടിട്ട് പോകും. അപ്പോൾ ആ കടയുടെ ഓണർ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ എന്നാൽ പുള്ളീനെ അപ്പച്ചാന്നാണ് വിളിക്കുന്നത്, അത്രയും പ്രായമുണ്ട്. അപ്പച്ചൻ ബാത്റൂമിൽ പോകാൻ വരുമ്പോൾ ഞാൻ ബാത്റൂമിനകത്തുണ്ടാവും. ഇതിങ്ങനെ പല പ്രാവശ്യമായപ്പം ആ പുള്ളി എൻ്റെ അച്ഛൻ്റെ അമ്മയെ വിളിച്ചിട്ട് വന്ന് ഇത് പറ്റൂല, ഈ കൊച്ചിനെ ഇതിനകത്തിട്ട് ഏത് നേരം തല്ലലും പിടുത്തവും ഇതിനെ പൂട്ടിയിടിക്കുക, ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾ സമാധാനം പറയേണ്ടത്. അതുപോലെ ഞാൻ അനുഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ അമ്മ ഞാൻ ഒറ്റയ്ക്കാണ്ട് ഈ വാടകയ്ക്ക് താമസമുണ്ടല്ലോ, നമ്മളിങ്ങനെ സ്ഥലം മാറി മാറി താമസിക്കും. വേറെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നെ താമസിക്കാൻ പോയപ്പം അവിടെ ചെന്നിട്ട് ഇത് തന്നെ ഈ തല്ലും പിടുത്തവും അമ്മ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ തല്ലുന്നതൊക്കെ കണ്ടിട്ട് അടുത്ത വീട്ടിലൊരു ചേച്ചി എന്നോട് പറഞ്ഞിങ്ങനെ നമ്മുടെ അവിടെ 20 ഏക്കറിൽ ഒരു അച്ഛനുണ്ട് പള്ളിയിൽ, ആകാശപ്പുറം എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്. അവിടുത്തെ അച്ഛന് പോയി കണ്ടിട്ട് അപ്പോൾ അവരുടെ പിള്ളേരെ ആ വർഷം അവർ അവിടെ നിർത്തുക മഠത്തിൽ. അപ്പം എന്നോട് പറഞ്ഞു നീയും പോയി അച്ഛനെ കണ്ട് സംസാരിക്കുക, എന്നിട്ട് മഠത്തിൽ ഇവരുടെ കൂടെ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ പോയി അച്ഛനെ കണ്ട് സംസാരിച്ച് അച്ഛനെ അവിടെ നിന്ന് മഠത്തിൽ കൊണ്ടുവന്നാക്കി പെരുവന്താനത്ത്. പിന്നെ കുറേ വർഷം അവിടെ നിന്നിട്ടാണ് പഠിച്ചത്. ആ ഒരു സമയത്ത് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് ഒരു 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് കയറുന്ന വർഷം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് 10ലായപ്പോഴേക്കും നമുക്ക് 10ാം ക്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഒരു വർഷം അങ്ങനെ സ്കൂളിൽ പോകാതൊക്കെ ഇരുന്നു. സ്കൂളിൽ പോകാതിരുന്ന് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. 10ലെ പരീക്ഷ കഴിഞ്ഞ ആ ഒരു സമയത്ത് മോഡൽ പരീക്ഷയുടെ സമയത്ത് എങ്ങാണ്ടാന്ന് തോന്നുന്നു, രാവിലെ അമ്മ ആടിന് തീറ്റ കൊടുക്കാൻ പോയപ്പോൾ കഞ്ഞി നോക്കാൻ പറഞ്ഞിട്ട് പോയി, ഞാൻ മറന്നുപോയി. അപ്പോൾ അമ്മ തിരിച്ച് കയറി വന്നപ്പോൾ ആ ദേഷ്യത്തിൽ കപ്പത്തുടുപ്പ് വെച്ച് അടിച്ച് കപ്പ ഇളക്കുന്ന കമ്പിൽ അടിച്ചപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞു. അപ്പോൾ കൈ ഒടിഞ്ഞപ്പോൾ ആ ഒരു അത്രയും നാളും അമ്മയോടുള്ള ദേഷ്യം മനസ്സിലിരുന്ന് ഇതും കൂടെ ആയപ്പോൾ ഭയങ്കര ദേഷ്യമായി. അവിടുന്ന് അമ്മയോട് പറയാണ്ട് ഒളിച്ചു പോയി അച്ഛൻ്റെ അടുത്ത്. അച്ഛനെ അന്വേഷിച്ചു പോയി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ബസ്സിൽ കയറിയിട്ട് ബസ്സുകാർക്കൊക്കെ അറിയാം അച്ഛൻ എവിടെയാണ്. അതിലെ പോകുന്ന ബസ്സിൽ കയറിയിട്ട് അതിന് മുന്നേ അച്ഛനെ കണ്ടിട്ടൊന്നുമില്ല. അച്ഛനെ പലപ്പോഴും ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അച്ഛനറിയാവോ മകളാണ്? അറിയാം, അച്ഛനറിയാം. ഞാൻ പലപ്പോഴും ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കാണുമ്പോൾ സാധാരണക്കാരെ എവിടെ പോയി എന്ത് വിശേഷം ആ ഒരു ചോദ്യമുണ്ട്. നമ്മൾക്ക് അച്ഛനായതുകൊണ്ട് നമ്മൾ ഓടിച്ചെല്ലും ആ പ്രായത്തിൽ. പക്ഷേ അച്ഛൻ സംസാരം കുറവാണ്, ഇത്രേ ചോദിക്കുകയുള്ളൂ.
പിന്നെ അച്ഛൻ്റെ വീടും തറവാടും ഒക്കെ ആയിട്ട് നല്ല കണക്ഷനുണ്ട്. ഞാൻ പോകും വരും. അമ്മ അവരുമായിട്ട് അത്ര ചേരൂല എങ്കിലും ഞാൻ പോകുകയും വരുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി വല്ലപ്പോഴും നിൽക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അച്ഛൻ്റെ ചേട്ടനെയൊക്കെ ആണെങ്കിലും എപ്പോഴും നമ്മൾ ടൗണിൽ കാണുന്നതാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമ പോലത്തെ ജീവിതമാണ്. അതായത് അമ്മ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഒരു സമയത്തൊക്കെ ഒരു പ്രായത്തിൽ ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെ ഒന്നും അങ്ങനെ ഒരിടത്ത് ഞാൻ ആവശ്യമില്ലാണ്ട് പുറത്തൊന്നും ഞാൻ ഒരു കാര്യത്തിനും വിടത്തില്ല. പക്ഷെ എന്നെ എല്ലാ ദിവസവും ടൗണിൽ കാണാം ആൾക്കാർക്ക്. അതായത് അമ്മയ്ക്കൊരു 100,000 ആവശ്യങ്ങൾ, അമ്മയ്ക്ക് ചിട്ടി വെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഓരോ ഇതുണ്ട്. അപ്പം അമ്മയുടെ ചിട്ടിയുടെ പൈസ പിരിക്കാൻ പോകുക, അവിടെ പോകാൻ പറയുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കട്ടപ്പന, ആര് നോക്കിയാലും ഞാൻ കട്ടപ്പന ടൗണിലുണ്ട്. നമുക്കൊക്കെ അവിടെ പണ്ടേ പരിചയമുള്ളൊരു കടയൊക്കെ ഉണ്ട്, കോഫി ഷോപ്പൊക്കെ ആയിട്ട്. അപ്പം അവരും വീട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ എനിക്കവിടെ നിൽക്കേണ്ടി വന്ന ഈ കടയിൽ പോയി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കടയിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരെന്ത് പറയും, എടി നീ വീട്ടിൽ പോയിട്ട് ആ സാധനം ഇങ്ങനെ മേടിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ കടയിൽ നിന്ന് ഞാൻ അവിടെ പോയിട്ട് അവരുടെ കടയിലുണ്ടാക്കി ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും, എന്തിനാ ഞാൻ അവിടെ പോയിട്ട് അവർ കൂലി കൊടുത്ത് ചെയ്യുന്നവർ ചെയ്യേണ്ട ജോലിയാണ് അവരെന്നെ കൊണ്ട് ചെയ്യുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിലാണ് ഈ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് 2 ബക്കറ്റിലാക്കി എൻ്റെ തരുവാണ്. ഞാൻ ഈ ടൗൺ വഴി ഈ ബക്കറ്റും പിടിച്ച് കടയിലോട്ട് പോവുക, അവരവിടെ ജ്യൂസ് അടിക്കുന്നത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പം ഞാൻ എപ്പോൾ നോക്കിയാലും ആൾക്കാർ നോക്കുമ്പോൾ ടൗണിലാണ്. ഒരു പെങ്കൊച്ചാണ് ടൗണിൽ കൂടെ എപ്പോഴും. അപ്പോൾ ആ ഒരു കണ്ണുകൊണ്ട് ആൾക്കാർ കണ്ടു തുടങ്ങി. എനിക്ക് ഇന്ന് നമുക്ക് ബോധവും വിവരം വെക്കുന്ന സമയത്തും മനസ്സിലാവും അന്ന് ഓരോരുത്തരും നോക്കിയ നോട്ടം ഏത് രീതിയിലുള്ളതാണ്. അന്നതറിയില്ല. എപ്പോൾ നോക്കിയാലും അവർ നോക്കുമ്പോൾ ടൗണിലാണ്, അവർ വേറെ കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെനിക്കിപ്പം മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലതും അനുഭവിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ആവശ്യമില്ലാതെ ഒരിടത്ത് വിടത്തില്ല. ഒരു രാത്രി ഒരിടത്ത് ഞാൻ അന്തി ഉറങ്ങാൻ വിടത്തില്ല. എൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ എങ്ങും കൊണ്ടുപോകില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടാണ് വന്നത്. ഇപ്പം അച്ഛൻ്റെ അടുത്തേക്ക് അന്ന് ഒളിച്ചു പോയിട്ട് അച്ഛനെ കണ്ടിരുന്നു? അച്ഛനവിടെ ഉണ്ടല്ലോ. അച്ഛനെ എന്നെ വീടിൻ്റെ വാതിൽക്ക് കൊണ്ട് ബസ്സുകാർ ഇറക്കി വിട്ടു. അച്ഛനോടെ ഉണ്ടായി. അച്ഛൻ എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യെ പ്ലാസ്റ്ററൊക്കെ ഇട്ടു. പിന്നെ അച്ഛൻ അവിടുന്ന് ഞാൻ വന്ന് പരീക്ഷയൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ തന്നെ ജനറൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് കൊണ്ടുവന്നാക്കി. അന്നേരത്തേക്ക് ഇവിടെ അമ്മ പ്രശ്നമായി. അപ്പം അമ്മ പറയുന്നത്, ഇത്രയും നാളും അമ്മ വളർത്തിയിട്ട് ഇപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയി ഒരു ജോലി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പറയില്ലേ അവസാനത്തിൽ കൊണ്ടുപോയിട്ട് അപ്പം പഠിപ്പിച്ച് ഒരു ജോലി, അതിൻ്റെ വാശിക്ക് അവിടുന്ന് വന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ആ പഠിത്തം അവിടെ നിർത്തി. അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി കൊണ്ടുവന്ന് ഉടനെ തന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകനുമായിട്ട് കല്യാണ നിശ്ചയമായിരുന്നു. ആളെ നമുക്കൊന്ന് മുന്നേ പരിചയമുണ്ട്. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. പരിചയമുണ്ട്. നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ട് കല്യാണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മാസം 6 മാസം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ചു കിട്ടി. 18 വയസ്സായില്ല? ഇല്ല, 17 വയസ്സിൽ. 9ാം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ 16 വയസ്സിലാണ് 10 എഴുതുന്നത്. അപ്പോൾ 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. എൻ്റെ 18ാമത്തെ വയസ്സിലുള്ളതേ ഉള്ളൂ. ഈ കല്യാണം കഴിച്ചിട്ട് പിന്നെ എങ്ങനെയായിരുന്നു? അവിടെയും ലൈഫ് രക്ഷപ്പെട്ടില്ല. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് 17 വയസ്സ്, ആൾക്ക് അന്ന് ഏതാണ്ട് 26-27 വയസ്സുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീട്ടിനകത്ത് ഈ ദുരിത ജീവിതം മാത്രമേ എനിക്കറിയത്തുള്ളൂ. നമ്മുടെ ഈ 4 ചുവരിന് അപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പിന്നെ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. എനിക്കങ്ങനെ അതിനെക്കുറിച്ച് വലിയ വിവരവും ബോധമൊന്നുമില്ല. അപ്പം നമ്മൾ ജീവിച്ചു തുടങ്ങിയപ്പോൾ എന്നും പ്രശ്നങ്ങളാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ വഴക്കായി, ബഹളമായി. പിന്നെ ആളുടെ അമ്മയും ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. ഇവർ 3 ആൺമക്കളാണ്. ഇവരെ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിനൊന്നും അവരുടെ അമ്മയും ഉണ്ടായിരുന്നില്ല. അച്ഛനും അച്ഛൻ്റെ ആൾക്കാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി എല്ലാവരെയും കാണുന്നത് ആ കണ്ണുകൊണ്ടാണ്. അമ്മയുടെ എന്ത് പറഞ്ഞാലും അതെനിക്ക് പയ്യാണല്ലോ മനസ്സിലായി വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ ഈ സംസാരിക്കാൻ പോലും ഒരു അവകാശമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ വളർന്നു വന്ന ആളാണ് ഞാൻ. എന്ത് പറഞ്ഞാലും എന്നോട് നീ മിണ്ടരുത്, നിനക്കൊന്നും അറിയില്ല, മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് സംസാരിക്കരുത്, ഇങ്ങനെ പറഞ്ഞ് വായടച്ച് വെച്ചിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ പ്രശ്നം എനിക്ക് തുറന്നു പറയാൻ പോലും പേടിയാണ്. ആരോട് പറയും? ഉള്ളത് അമ്മയാണ്. അമ്മയെ ഭയങ്കര പേടിയുക. വേറെ ആരും പറയാനുമില്ല. പറയണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ തന്നെയും മടിയാണ് എനിക്ക്. അങ്ങനെ ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല.
1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ സംശയരോഗമാണെന്ന് ഞാൻ പയ്യെ മനസ്സിലാക്കുന്നത്. ഞാൻ ആരോടും മിണ്ടിയാലും എവിടെ പോയാലും. എന്നാൽ പുള്ളിയായിട്ടൊരു കാര്യത്തിന് പുറത്തു പോവില്ല. പുള്ളി രാവിലെ പണിക്ക് പോകും, വെള്ളവടിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആര് നോക്കിയാലും ഡീസൻ്റാണ്, ആൾ ഡീസൻ്റാണ്. അപ്പോൾ എല്ലാവരും പറയും നിനക്കെന്താ പ്രശ്നം, അവൻ വെള്ളമടിക്കുന്നില്ല, ആവശ്യമില്ലാതെ എങ്ങും പോകുന്നില്ല, പൈസ ചിലവാക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ വേറൊരു സ്വഭാവമാണ്. അപ്പോൾ ഈ ആരോട് നമ്മൾ സംസാരിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണെന്നുള്ള രീതിയിലാണ് സംസാരം. ഈ കൊച്ചിന് 18 വയസ്സായപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നറിയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 18 ദിവസം വളർച്ചയായെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ആദ്യം മേടിച്ചുകൊണ്ട് തന്നത് അബോർഷൻ ചെയ്യാനുള്ള ഗുളികയാണ്. ഡോക്ടറെ കണ്ടിട്ട് ടൗണിൽ വന്നപ്പോൾ എന്നെ ടൗണിൽ ഇരുത്തിയേച്ച് ആൾ വീണ്ടും തിരിച്ചു പോയിട്ട് ടാബ്ലറ്റ് വാങ്ങിയിട്ട് വന്നു. വീട്ടിൽ ചെന്നപ്പോൾ ടാബ്ലറ്റാണ് എടുത്തു തരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയെ പേടിയാണ്, എൻ്റെ അമ്മയെ പേടിയാണ്. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്നൊരു കുട്ടിയാകുമ്പോൾ അമ്മ എന്തെങ്കിലും പറയുമോ, അമ്മയെ പേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ കരഞ്ഞു പറഞ്ഞു നോക്കി, പുള്ളി സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ ആ ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഓരോ ദിവസവും ടാബ്ലറ്റ് ഞാൻ അടുപ്പിലിട്ട് കത്തിക്കുകയത്, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. ഓരോ ദിവസം ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു നീ കഴിച്ചില്ലേ, ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചതാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായതാണിത്. ടാബ്ലറ്റ് കുഞ്ഞാണല്ലേ. എന്നിട്ട് കുറച്ച് ശോകം. നമ്മൾ ഡിവോഴ്സിൻ്റെ സമയത്ത് ഫാമിലി കോടതി വെച്ചിട്ട് ഈ 3 പേരിൽ ഇവള് മാത്രമാണ് അപ്പൻ്റെ കൂടെ പോകാനും തയ്യാറായത്. അന്ന് ഇവൾക്ക് 7 വയസ്സാണ്. അപ്പോഴും അപ്പൻ്റെ കൂടെ പോകാൻ ഇവള് തയ്യാറായി. അന്ന് ഞാൻ ആ കോടതി വെച്ച് അയാളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ കൊല്ലാൻ തന്ന കൊച്ചാണത്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇന്ന് അവളെ ഉള്ളൂ എന്ന്. ആ അവളെ കൊണ്ടുപോയിട്ടും അവിടെ അവൾക്ക് ഒരു ആയുസ് കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം അവൾ അനുഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അത്രയും അതിനെ ദ്രോഹിച്ചു. രണ്ടാമത്തെ കല്യാണം കഴിച്ചോ പുള്ളി? പുള്ളിക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടായാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമായത്. ഞങ്ങൾക്കിടയിൽ തല്ലും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് പോകാനൊരു ഇടവില്ലാത്തതുകൊണ്ടും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ഞാനിത് സഹിച്ചിട്ട് ഞാൻ 7 വർഷം കൂടെ ജീവിച്ചതാണ്. പക്ഷേ 7-ാം വർഷമായപ്പോഴത്തേക്കും പുള്ളിയുടെ അനിയൻ പെണ്ണ് കെട്ടി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നത്, ഈ ഇരട്ടിത്തോപ്പെന്ന് പറയും. അപ്പോൾ അവിടെ പോയി പുള്ളി അനിയനും എല്ലാം കൂടെ ഒരു പാട്ടത്തിന് തോട്ടം എടുത്ത് ഇവരവിടെ പണിയാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകൊച്ചുമായിട്ട് അഫെയറായി. ആ അഫെയറായ സമയത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി. എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പം ഇളയാളല്ലേ ഇവൻ? അന്ന് ഇവൻ 1 വയസ്സേ ഉള്ളൂ. ഇവനുണ്ടായിട്ട് 1 വയസ്സേ ഉള്ളൂ. ഇവനുണ്ടായിട്ട് 1 വയസ്സിൽ ഇവന് ഈ 1 വയസ്സുള്ള കൊച്ചിന് ബ്രോങ്കൈറ്റിസ് വന്നിട്ട് മെഡിസിൻ മേടിക്കാൻ പോലും എൻ്റെ കാശില്ലാത്ത അവസ്ഥയുണ്ടായി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്കറിയാം. ആ ചേച്ചിയും ഞാനും കൂടെയാണ്, ചേച്ചിയുടെ അമ്മയും ഞാനും കൂടെയാണ് ഇവനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആ അമ്മ കേട്ടോണ്ട് നിൽക്കുക. അവരൊന്നും ഇന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അന്ന് അവർ കേട്ടോണ്ട് നിൽക്കുക. ആ ഡോക്ടർ എന്നോട് ചോദിച്ചാൽ 3 എണ്ണം ഉള്ളത് കൊണ്ട് ഒരെണ്ണത്തിനെ കൊല്ലാനിട്ടിരുന്നാണോ എന്ന് ചോദിച്ചു. അത്രയും കൊച്ചിന് വയ്യ. അതുപോലെ നമുക്ക് മെഡിസിൻ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം കൂടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകണത്. അത് കഴിഞ്ഞ് അയാൾ മെഡിസിൻ എഴുതി തന്നു. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം 350 രൂപയാണ് ആ മരുന്നിന്. ആ 350 രൂപ എൻ്റെ കയ്യിലില്ല. ആ അമ്മ പറഞ്ഞ് മെഡിസിൻ കൊടുക്ക്, ഞാൻ പൈസ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അതുവരെ ഇവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ അടിമുടി നോക്കിയത്, ഇതിൻ്റെ കഴുത്തിലും കാതിലും ഒന്നുമില്ല, ഇതിന് ഞാൻ എന്ത് വിശ്വസിച്ച് മരുന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഈ അമ്മ അവരുടെ മരുമോളെ വിളിച്ചിട്ട് ആ പുള്ളിക്കാരത്തി പൈസയും കൊണ്ട് വന്നിട്ട് മരുന്ന് മേടിച്ചിട്ടാണ് ഞാൻ കൊച്ചിന് മരുന്ന് മേടിച്ച് കൊടുത്തത്. 12 ദിവസം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. അതുപോലെ ഇതുണ്ടായപ്പോൾ ഇതിന് വയ്യ. ഇവൾക്കൊരു ഹോർമോണിൻ്റെ കുറവുണ്ടായി, ഒക്കെ വയറ്റിൽ നിന്ന് പോവില്ല. അത് ഉണ്ടായതിൻ്റെ 4-ാം പൊക്കം നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്ന അന്ന് രാത്രി തന്നെ കൊച്ചു തീരെ അവശതയാവുക. എന്നുവെച്ചാൽ പാല് കുടിച്ചാൽ ആ പാൽ അതേപോലെ വയറ്റിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവള് ചേമ്പും തണ്ട് പോലെ തളർന്ന് കിടക്കുക. കൊണ്ടുപോകാൻ 5-ൻ്റെ പൈസ കയ്യിലില്ല. എൻ്റെ കഴുത്തിൽ കിടന്ന് മാല പണയം വെച്ചിട്ടാണ് നമ്മൾ ബില്ല് തീർത്തത്. അപ്പോൾ അമ്മ ഒരു ആടിനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആടിനെ ഒക്കെ നോക്കി വളർത്തിയത് ഞാനാണ്. അപ്പോൾ ആശുപത്രി കേസൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ആടിനെ അമ്മ വിറ്റു. ആടിനെ വിറ്റ പൈസ അമ്മയുടെ കയ്യിലിരിക്കുക. അമ്മയോട് ഈ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകാൻ രാത്രി ചോദിച്ചിട്ട് അമ്മ കാശ് തന്നില്ല. അമ്മയും പൈസ തന്നില്ല. അമ്മ ഈ കൊച്ചിന് എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കാണ്ട് അമ്മ വീട്ടിൽ കിടക്കണം. അപ്പം ഞാൻ അപ്പുറത്ത്, നമുക്ക് തൊട്ടപ്പുറം ഇപ്പുറം ഓരോ വീട്, നമ്മൾ 3 വീട് ഇങ്ങനെ അടുപ്പാണ്. ഒരു വീട് പോലെയാണ് ഈ 3 വീടുകാരും നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാൻ അവിടെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിയെ വിളിച്ച്. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി കൊച്ചിന് ജാതിക്ക കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെന്നെ ചീത്ത പറഞ്ഞു, ഇത്രയും കുഞ്ഞു കൊച്ചിനാണ് ജാതിക്ക കൊടുക്കാൻ. ഒരു വീട്ടിലെ ചേട്ടൻ വണ്ടി വിളിക്കാൻ ഓടി, അടുത്ത വീട്ടിലെ ചേട്ടന് പൈസയും കൊണ്ടെത്തന്ന്
ആ 2 വീട്ടിലെ ചേച്ചിമാരും കൂടെ മണ്ണെണ്ണ വിളക്കുമായിട്ട് വഴി കാണിച്ച് താഴെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി വിട്ട് ഇവളെ രാത്രി കൊണ്ടുപോയി ഞങ്ങൾ 4-ാം ദിവസം രാത്രി കൊണ്ടുപോയി ICU കയറ്റി. ഈ ICU കയറ്റുമ്പോഴും പ്രസവിച്ച് 4 ദിവസമായി ഞാനേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഇരിക്കാൻ. എൻ്റെ അമ്മ അന്നേരവും വീട്ടിൽ കിടന്നുറങ്ങുക, വന്നിട്ടില്ല. വേറെ ഏത് തള്ളമാരാണെങ്കിലും വരും. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഞാൻ ആ ഇരിപ്പ് ICUവിലിരുന്നു. ICUവിൻ്റെ കട്ടിൽ അറിയാലോ, ഹൈറ്റ് കൂടുതൽ, അതിൽ കാലും തൂക്കിയിട്ടിരുന്നിട്ട് എനിക്ക് ബോഡി ഫുള്ള് നീരായി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മയുടെ അമ്മ, ഒരു പ്രായം ഉണ്ടെങ്കിൽ അവർ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അമ്മയും അച്ഛൻ്റെ ഒരു പെങ്ങളും വന്നു. അവർ വന്നിട്ട് അച്ഛൻ്റെ പെങ്ങൾ ICU കയറിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും എനിക്ക് ഫുള്ള് നീരായി. ഈ കൊച്ചിൻ്റെ വയറാണെങ്കിൽ ഇങ്ങനെ വീർത്ത് നിൽക്കും, നമുക്ക് കണ്ടാൽ സഹിക്കില്ല. വയറിങ്ങനെ വീർത്തിട്ട് ഇതിന് ശ്വാസം വിടാൻ വയ്യ. ഇത് കിടന്ന് ഞരക്കവും മൂളിച്ചയും കരച്ചിലും അത് കാണുമ്പോൾ എനിക്കും പറ്റില്ല. അവസാനം നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 8 ദിവസം കൂടുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവർ ട്യൂബിട്ടാണ് വേസ്റ്റൊക്കെ എടുത്ത് കളയുന്നത്. 8 ദിവസം കൂടുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആ സമയത്ത് പോലും എൻ്റെ അമ്മ ഒരു രൂപ തന്ന് സഹായിച്ചിട്ടുമില്ല. എന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വരുമ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞ് അങ്ങനെ പോലും ചെയ്യും. അതെൻ്റെ അയൽവക്കംകാർക്കൊക്കെ അന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നോട് ചോദിക്കരുത് ഇത് നിൻ്റെ അമ്മ തന്നെയാണോ അതോ രണ്ടാനമ്മയാണോ എന്ന് ചോദിക്കും. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നത്, കാരണം എന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നിൻ്റെ രണ്ടാനമ്മയാണോ. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരാളോടൊന്നും ചോദിക്കാൻ പോകുന്ന ഒരാളല്ല, അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയുകയാണ് ചേച്ചി, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്ന് നമുക്ക് ബോധ്യമുണ്ട് കല്യാണം കഴിച്ച് നമ്മളെ നോക്കുന്ന ഒരാളല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ച് താമസിപ്പിക്കും. ഇപ്പം നമ്മൾ തന്നെ നോക്കുമ്പോൾ 3 കുഞ്ഞുങ്ങൾ. അപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് അവൻ അത്ര ദുഷ്ടനാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരുന്നു. അതെ, അത് ഞാൻ ഒരുപാട് കേട്ടതാ. അവൻ്റെ സ്വഭാവം അതായിരുന്നെങ്കിൽ ഒന്നിലും നിർത്തായിരുന്നില്ലേന്ന്. ശരണ്യ, ഈ 3 കുഞ്ഞുങ്ങളും ഞാൻ വേണമെന്ന് വെച്ചിട്ട് എനിക്ക് ദൈവം തന്നതല്ല, മനസ്സിലായോ? കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണ സമയത്ത് പീരിയഡ്സ് കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ ടാബ്ലറ്റ് കഴിപ്പിച്ചു എന്നെ കൊണ്ട്. ആ ടാബ്ലറ്റ് നിർത്തിയിട്ട് ഞാൻ പീരിയഡ്സ് ആയിട്ടില്ല. എനിക്ക് ദൈവം അങ്ങനെ തന്നതാണ് ഇതിനെ. ഇവളെ പ്രസവിച്ചിട്ട് കോപ്പർട്ടി വിട്ടു. ഈ കോപ്പർട്ടി ഞാൻ ഇട്ടപ്പം മുതലാണ് ഞാൻ ക്ഷീണിച്ച് തുടങ്ങിയത് തന്നെ. എനിക്ക് കോപ്പർട്ടി പിടിക്കുന്നുണ്ടായില്ല. കോപ്പർട്ടി വയറ്റിൽ കിടക്കെ തന്നെ ഉള്ളതാണ് ഇത്. അതും വേണമെന്ന് വെച്ചിട്ട് ദൈവം തന്നതല്ല എനിക്ക്. ഇവളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 1.5 വർഷത്തോളം എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല. ഈ 1.5 വർഷമായിട്ട് അത് ആദ്യത്തെ അനുഭവം കൊണ്ട് പേടിയായിട്ട് കോപ്പർട്ടി ഇടാനായിട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് വീടുകളിൽ കൂടെ ആൾ വരും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ 2 ചേച്ചി ഞങ്ങളെല്ലാവരും വർത്താനം പഠിക്കുമ്പോൾ ഹെൽത്ത് സെൻറ്ററുകാർ വന്നപ്പം എന്നോട് കോപ്പർട്ടി ഇടാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിയാ, ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എന്തായാലും നാളെ ഹെൽത്ത് സെൻറ്ററിലോട്ട് വാ, നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഹെൽത്ത് സെൻറ്ററിൽ അവർ വിളിച്ചത് പ്രകാരം ഞാൻ അവിടെ ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട്, അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് 3.5 മാസം ഞാൻ പ്രഗ്നൻ്റാണ്. അപ്പം ദൈവം ഞാൻ വേണമെന്ന് വിചാരിക്കാതെ എനിക്ക് തന്ന 3 മക്കളാണ്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം എല്ലാവരും ഇത് പറയും ചേച്ചി. ഇന്ന് നമ്മൾ അതൊക്കെ നോക്കുക, പലരും ചോദിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും വിവരവും എനിക്കില്ല. എനിക്ക് അറിയില്ല, എനിക്കൊരാളും പറഞ്ഞു തന്നിട്ടുമില്ല, പറഞ്ഞു തരാനും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറി കിടക്കുമ്പോൾ എൻ്റെ വിചാരം വയറിങ്ങനെ പൊട്ടിക്കൊച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്ന ആളായിരുന്നു ഞാൻ. അതിന് പോലും എനിക്കുള്ള അറിവുണ്ടായില്ല. അതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാൻ അമ്മയുണ്ടായുള്ളൂ. അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയത്തും ഉണ്ടായിരുന്നില്ല ആ പ്രായത്തിൽ. അപ്പം 3 കുഞ്ഞുങ്ങളായി ഈ ഒരു പ്രശ്നം വന്നപ്പം ചേച്ചിയാണോ ഡിവോഴ്സിന് മുൻകൈ എടുത്തത്? ഞാൻ ഡിവോഴ്സിന് മുൻകൈ എടുക്കുമല്ല, ഞാൻ ഈ 3 എണ്ണത്തിനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഞാനായിട്ട് ഇറങ്ങിപ്പോന്നതാണ്. അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നതിലും നല്ലത് ഞാൻ ഇട്ടുപോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പോഴത്തേക്ക് എങ്ങനെയാണ് അത്രയും ഒരു നമ്മൾ ചെറുതിലേ മുതൽ കഷ്ടപ്പാട്? ചേച്ചി പറയുന്ന പോലെ നമുക്ക് കയറി ചെല്ലാനൊരു ഇടയില്ല. ചേച്ചിയുടെ അമ്മയ്ക്കാണ് കയറി ചെല്ലാൻ ഒരു വീടുണ്ട്. ചേച്ചി ഒരാളേ ഉള്ളൂ. ചേച്ചിയുടെ കയ്യിൽ 3 പേരാ. ഈ 3 പേരെയും വെച്ച് ചേച്ചി എങ്ങനെയാണ് നമ്മൾ സഹിച്ചു? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഭക്ഷണമില്ലെങ്കിലും കള്ളുകുടിയൻ എന്നൊരു ഓപ്ഷനാണ് കേട്ടോ. സമാധാനം ഉണ്ടായാൽ മതി. അതായത് നമ്മളെ സംശയിക്കാതെ, നമ്മളെ ഒരിതുണ്ടല്ലോ, സംശയം ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കണേ നമ്മൾ പറയാറുണ്ട് പൊതുവെ. ആണെങ്കിലും നമുക്ക് സഹിക്കാം. കള്ളുകുടിയനാണെങ്കിൽ കള്ളു കുടിച്ചു കഴിയുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അത് ഞാൻ ന്യായീകരിച്ചത് പോലുമല്ല. അല്ല, ഞാൻ എൻ്റെ അയൽവക്കത്ത് ഞാൻ സ്ഥിരം കണ്ടോണ്ടിരുന്ന കാര്യം. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ സ്ഥിരം മദ്യപിക്കും. അയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ബഹളം വെക്കുമ്പോൾ ഈ ചേച്ചിയും പിള്ളേരും ഇറങ്ങി ഓടും. പകുതി ദിവസം നമ്മുടെ വീട്ടിൽ വന്നിരിക്കും, പകുതി ദിവസം അവർ പറമ്പിലിരിക്കും.
ഞാനും അവരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ട്. ആ ചേട്ടനെ ഞാൻ എപ്പോഴും ചീത്തയും പറയുമായിരുന്നു. പക്ഷേ പുള്ളിക്ക് രാവിലെ കെട്ടിറങ്ങി കഴിയുമ്പോൾ ഭാര്യയും മക്കളും ഇല്ലാണ്ട് പറ്റുകയില്ല. മനസ്സിലായോ? അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അയാൾ എത്ര ബഹളം വെച്ചാലും അവരയാളെ കളഞ്ഞിട്ടും പോകാത്തത്. അല്ല ചേച്ചി എങ്ങനെയാണ് ഇത്രയും ഒരു, അതായത് അതായത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നല്ലപോലെ താളപ്പിഴ വന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ തീരെ പറ്റൂല എന്ന് എൻ്റെ മനസ്സിൽ എനിക്കറിയാം. ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത് എനിക്കൊരു വരുമാനം വേണം എന്നായിരുന്നു, ജോലി വേണമെന്ന് ചിന്തിച്ചു. ഒരിക്കലും ഒരു ആത്മഹത്യയിലോട്ട് പോലും പോവാണ്ട്. ആത്മഹത്യ ചെയ്യാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചെങ്കിലും എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം രക്ഷപ്പെട്ടാലോ എന്നുള്ള പേടിയായിരുന്നു. ഇപ്പം ഞാൻ പോയിട്ട് പിള്ളേർ 3 ഇരുന്നാൽ അവർ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇത്രയും അനുഭവിച്ചത് ഇതെല്ലാം ഇവരും അനുഭവിക്കണ്ടേ എന്നുള്ളതാണ്. ഇനി പിള്ളേർ പോയിട്ട് ഞാൻ ജീവിച്ചിരുന്ന പിന്നെന്തിനാ? ആ ഒരു പേടി കൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കാതിരുന്നത്. അപ്പോൾ ഒരു വരുമാനം വേണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ ഇവിടെ 10ാം ക്ലാസ് വരെയല്ലേ ഞാൻ പോയിട്ടുള്ളൂ. ഞങ്ങളുടെ ഇവിടെ ആയുർവേദ നഴ്സിംഗ് പഠിപ്പിക്കുന്ന ആശ്രമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിത് 6 മാസത്തെ കോഴ്സ് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കിതിലേക്കൊരു ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും കെട്ടിയോ സമ്മതിച്ചില്ല. പിന്നെ കെട്ടിയോ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ അരഞ്ഞാണം കൊണ്ട് പണയം വെച്ചിട്ട് ഫീസ് അടച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു വളർച്ച ഇല്ലാത്തൊരു പെങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് അച്ഛൻ്റെ വീട്ടിൽ പോയി അതിനെ കൊണ്ടുവന്ന് പിള്ളേരെ നോക്കാനായിട്ട് കൂട്ടിന് വേണ്ടി നോക്കാനല്ല, നമ്മൾ ചോറും കറിയും വെച്ചിട്ട് പുള്ളിക്കാരത്തി എടുത്തൊക്കെ കൊടുത്തോളൂ. അപ്പോൾ പുള്ളിക്കാരത്തെ കൊണ്ട് കൂട്ടിന് നിർത്തിയിട്ടാണ് ഞാനിത് പഠിക്കാൻ പോയത്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിൽ ഗുഡ്ഗാവിലാണ് പ്ലേസ്മെൻറ്റ് വന്നത്. പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങളിവിടുന്ന് 4-5 പേരുണ്ട്. അപ്പോൾ ആദ്യം എന്നോട് ഹസ്ബൻഡ് പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പഠിച്ചതല്ലേ, ഒരു 6 മാസമെങ്കിലും പോയി നിന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നിർബന്ധം പിടിച്ചപ്പോൾ ആൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നീ അമ്മയോട് പറഞ്ഞിട്ട്, അന്ന് അമ്മ ലക്ഷദ്വീപിലൊരു വീട്ടിൽ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു നീ അമ്മയോട് പറഞ്ഞിട്ട് ഒരു പശുവിനെ മേടിക്കാനുള്ള പൈസ മേടിച്ചതാണ്. പശുവിനെ മേടിക്കുമ്പോൾ ഞാൻ അപ്പോൾ പശുവിനെ വളർത്തി പുള്ളിക്ക് ഇവരെ നോക്കി നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു കേട്ടോ. ഞാൻ അമ്മയോട് അങ്ങനെ പൈസയും മേടിച്ചു കൊടുത്ത് ഞാൻ പോയി. പക്ഷേ പുള്ളി പൈസയും കൊണ്ട് പശുവിനെ മേടിച്ചില്ല. പുള്ളി രാവിലെ പിള്ളേരെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞു പിള്ളേരെ ഏൽപ്പിച്ചേച്ചും പുള്ളി അവിടെ ഇവിടെയൊക്കെ ആക്കിയേച്ചും പുള്ളി അങ്ങ് പണിക്ക് പോകും. അപ്പോൾ ഈ പിള്ളേരെ നോക്കാൻ ആരുമില്ല. 4-5 മാസം ഇത് തന്നെ തുടർന്നു. അപ്പോൾ ഞാനങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഒരു അന്ന് കുഞ്ഞ് നോക്കിയ ഫോണിൻ്റെ സമയമല്ലേ, അന്ന് എൻ്റെ ഒരു ഫോൺ പോലും ഇല്ല. എൻ്റെ കൂടെ ഇന്നും ആ കൊച്ച് ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ കൂടെ ഒരു കൊച്ചുണ്ട്, അതിൻ്റെ കയ്യിൽ ഫോണില്ല, അതിൻ്റെ ഫോണിലാണ് ഇയാൾ വിളിക്കുന്നത്. നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിഴിച്ചിലും ഒഴിച്ചിലും സ്റ്റീമും ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് 1.5-1.25 മണിക്കൂറാവും. ഇയാൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഇയാൾ ആ കൊച്ചിനോട് ചോദിക്കുന്നത് അവൾ ആരുടെ കൂടെ കിടക്കുന്നതെന്ന് ചോദിക്കും. ഇത് സ്ഥിരമായി കഴിയുമ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു ചേച്ചി ആ ചേട്ടനോട് ഇനി എന്നെ വിളിക്കണ്ടെന്ന് പറയാം. കാരണം അത് അന്ന് 10-17 വയസ്സുള്ള കൊച്ചിന് അതിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവൾ ആരുടെ കൂടെ കിടക്കുന്നതെന്ന്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായപ്പോൾ ഒരു 5-ാം മാസത്തിലാണ് ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിക്കുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. അമ്മ തിരിച്ചു വാ അമ്മ തിരിച്ചു വാ അമ്മ, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട്. പിന്നെ ഇയാൾക്ക് ഭ്രാന്ത് മൂത്തിട്ട് ഇയാൾ പിള്ളേരെ ഉപദ്രവിക്കുന്നു. അന്ന് കൊച്ചിൻ്റെ മുമ്പിൽ രണ്ട് നിലവിളക്ക് ഏതാണ്ട് എടുത്ത് തലക്കിട്ട് തല്ലുവോ സ്വന്തമായിട്ട്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്. സ്വന്തമായിട്ട് മേല് നോവിക്കും, സ്വന്തമായിട്ട് ദേഹം നോവിക്കുക, പുള്ളി കെട്ടി തൂങ്ങിച്ചാകാൻ പോവുക, നമ്മളോട് ബഹളം വയ്ക്കുക. അങ്ങനെ ഇവള് കിടന്ന് നിലവിളിച്ചപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടുന്ന് ഡോക്ടറോട് പറഞ്ഞ് വണ്ടി കയറി. അങ്ങനെ ഞാൻ വന്നപ്പോൾ അപ്പോഴും തീർത്തല്ല ഞാൻ പോരുന്നത് കേട്ടോ, ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പം ഞാൻ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് 4-5 ദിവസം അങ്ങനെ പോയി. ഒരു 5-ാം ദിവസം ആയപ്പോഴത്തേക്കും രാത്രിയിൽ പുള്ളി ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു. ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ ബാത്റൂമിൽ കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ച് ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുമ്പോഴത്തേക്കും ബ്ലഡ് വന്നു. പുള്ളിയുടെ അനിയനും ഉണ്ട്. പുള്ളിയുടെ അനിയന്മാരൊക്കെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയും ഒരു അനിയൻ നമ്മുടെ കൂടെ സ്ഥിരം. അപ്പം ഞാൻ അവനെ വിളിച്ചടാ ചേട്ടാ ഛർദ്ദിക്കുന്നു, നീ പോയി നോക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്ലഡ് ഛർദ്ദിക്കണം. അവൻ ചെന്ന് എന്താടാ അത് കുറേ നേരം ചോദിച്ചപ്പോൾ അവനോട് പറയാം ഞാൻ വിഷം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു അന്ന് ഈ കൊച്ചിന് 1 വയസ്സേ ഉള്ളൂ. എന്നിട്ട് പറയാം അമ്മയും ചേച്ചിമാരെ നോക്കിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് കഴിച്ചത്, 1 വയസ്സായ കൊച്ചിനോട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ സൈക്കോത്തരം. എന്നിട്ട് ചിരിക്കണോ കരയണോ ഏതവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് 1-2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ എന്തോ കടയിലെന്തോ പോയപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തോട്ടിൽ തുണി അലക്കൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞത് ഞാൻ അമ്പാടിയോട് പറഞ്ഞിട്ട് വിഷം കഴിച്ചേ, അമ്പാടിയുടെയും ചേച്ചിമാരെ അമ്മേനെ നോക്കണോടാന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷം കഴിച്ചിട്ട് കൂടെ കയറി കിടന്നു. എന്നിട്ട് ആശുപത്രി കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടറോടും ആരോടും ഞാൻ പറഞ്ഞു ഇന്നതാണ് സ്വഭാവം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതല്ലേ, നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് വന്നിങ്ങനെ നോക്കി വെച്ച് പറയും നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും പുള്ളിക്ക് വേണ്ട.
പുള്ളി പറയും അടുത്ത കറി വെക്കാൻ പറയും. നമ്മൾ ഈ അടുത്ത കറി വെച്ച് തുടങ്ങുമ്പോഴേക്കും ഇതെടുത്ത് കഴിക്കുകയും ചെയ്യും, ആ വെച്ച കറി വേണ്ടാന്ന് പറയും. അല്ലെങ്കിൽ പുള്ളി ഏതാ വെച്ചാൽ ഇങ്ങോട്ട് വന്ന് കയറിയ വീടും വരെ നമ്മൾ എങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം വലിച്ചു വാരി പെരക്കാത്ത നിരത്തി ഇട്ടേച്ച് കുളിച്ച് ഒരു ഷർട്ട് മുണ്ടും എടുത്തിട്ട് കസേര കയറി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളോട് പറയും ക്ലീൻ ചെയ്തോളാം. അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കും ഒരു വീടിനകത്തുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഇപ്പം അതിങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, നാർസിസ്റ്റ് എന്നാണ് ഇവരെ പറയുന്നത് അല്ലേ. അപ്പോൾ അതായത് ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ കുടിയില്ല വലിയില്ല ഒരു പ്രശ്നമില്ല, ജ്യോതിക്കും 3 മക്കൾക്കും സുഖം. പക്ഷെ ഇവർ അകത്ത് വരുമ്പോൾ ഇവരുടെ പങ്കാളികളോട് ഇവർ ഭയങ്കര ക്രൂവലായിട്ട് വരും. ഒരു ബെഡ്റൂമിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പലതും നടക്കും. അതൊക്കെ നമ്മൾ എങ്ങനെ ആരോട് പറയും? ഒന്നാമത്തെ ഓൾറെഡി ഞാൻ പുറത്ത് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ആരോടും. അതെൻ്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എല്ലാവരും എന്നെ ചെറുപ്പത്തിൽ കരഞ്ഞു എന്നാണ് വിളിക്കുന്നത്. എന്ത് പറഞ്ഞാലും കരയുള്ളൂ, ഞാൻ മിണ്ടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മനസ്സിലായോ? ഞാൻ പ്രതികരിച്ച രീതിയും അതുപോലെ തന്നെയായിരുന്നു. അത്രത്തോളം ഞാൻ സഹിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ കൊടുത്തു. അപ്പം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, എൻ്റെ നാടിന് പോലും. നാട്ടുകാർ മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറ്റി?